വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹായ്, ഫേസ്ലെസ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചിരുന്നു എവിടെ സുരേഷ് ഗോപി സാർ എവിടെയെന്ന്. അദ്ദേഹം വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് കേന്ദ്ര സഹായം നൽകാൻ സമയമായിട്ടില്ലെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാമോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു സാധ്യത ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് നേരിട്ട് അന്വേഷിക്കുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത്. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിൽ കുത്തിത്തിരിപ്പുണ്ടെന്നും ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തുമെന്നും രാഷ്ട്രീയ വക്താവാവരുതെന്നും ദേഷ്യത്തോടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം ഇതുവരെ ഇടപെടൽ നടത്തിയെന്ന ചോദ്യത്തിന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് ബോധ്യപ്പെട്ടിരിക്കണോ? നന്നായിരിക്കണോ? ഏത് ചാനലിൽ നിന്നാണെന്ന് ഇടയ്ക്കിടെ ചോദിക്കുകയും ചെയ്തിരുന്നു പുള്ളി. ദുരന്തത്തിന്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളും ഒക്കെ പഠിച്ച് റിപ്പോർട്ടുണ്ടാക്കി സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ സഹായത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സാധ്യതയുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ അന്വേഷിക്കൂ. ആദ്യം പോയി നിയമം പഠിക്കുക. ഇതിനുള്ള സഹായം നൽകുന്നതിന് മുമ്പ് ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയല്ലേ വേണ്ടത്? ശരിയാണ്, കേന്ദ്രത്തിൽ നിന്ന് സഹായം നൽകേണ്ട സമയം ആയിട്ടില്ല. ദുരന്തത്തിന്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളും ഒക്കെ പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ, എന്നിട്ട് സഹായത്തിനെ കുറിച്ച് ആലോചിക്കാം. അതിനാണല്ലോ നമ്മൾ തെരഞ്ഞെടുത്ത് പുള്ളി അങ്ങോട്ട് പോയിരിക്കുന്നത്. പുള്ളി എന്നിട്ട് വീണ്ടും പറഞ്ഞു, കുത്തിത്തിരിപ്പുണ്ടാക്കരുത്, മാധ്യമങ്ങൾ വെറുതെ രാഷ്ട്രീയ വാക്താക്കളാകരുത്, ഇതുവരെ ഇടപെടൽ നടത്തിയെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നായിരുന്നു സുരേഷ് ഗോപി എമാന്റെ പ്രതികരണം. ഇതിങ്ങനെ പറയാൻ കാരണം ഇദ്ദേഹം ഈ ചൂടാകുന്നത് പുള്ളിയെ തെരഞ്ഞെടുത്ത് വിട്ട ആൾക്കാരോടാണ്. ഇങ്ങനെ ചൂടാകേണ്ട കാര്യം എന്താണ്? പുള്ളി എന്താ രാജാവോ? കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കണം. അത് വേണ്ട രീതിയിൽ തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ മറുപടി കൊടുക്കണം. അതല്ലേ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. ശരിക്കും സുരേഷ് ഗോപി സാറിലെ മാടമ്പി മനോഭാവം മന്ത്രി ആയതോടുകൂടി തിരിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും മാധ്യമങ്ങളോടുള്ള ഒരു അപേക്ഷയാണ്, ഈ ദുരന്ത സമയത്ത് ഇതുപോലുള്ള മനുഷ്യരോട് അഭിപ്രായം ചോദിക്കാൻ പോകരുത്. അദ്ദേഹം ഇഷ്ടമുള്ളപ്പോൾ അഭിപ്രായം പറയട്ടെ, ഇങ്ങോട്ട് വന്ന അഭിപ്രായം പറയട്ടെ, അല്ലാതെ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന്റെ കാലെ പിടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അവിടെ എന്തെങ്കിലും സംസാരിച്ചതായിട്ട് നമുക്ക് അറിവില്ല. പിന്നെ നമ്മൾ ചോദിച്ചറിയാൻ ശ്രമിച്ച ഇങ്ങനെയുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസ്. ചിലപ്പോ ഒരു രാജാധികാര ഭരണകാലത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിപ്പോഴും. അപ്പോ അദ്ദേഹം ഇങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ? അതെ, അദ്ദേഹം പറഞ്ഞതിലും കാര്യമുണ്ട്. കേരളം ചോദിച്ചാലല്ലേ എല്ലാം കഴിയുമ്പോൾ കേരളത്തിന് കൊടുത്തതിന്റെ ബില്ല് കേന്ദ്രത്തിന് ചോദിക്കാൻ പറ്റുള്ളൂ. കേരളം ചോദിക്കാതെ കൊടുത്താൽ തിരിച്ച് കാശ് ചോദിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു പോളിസി ആയിരിക്കും. ഈ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് എയർഫോഴ്സിന്റെയും ആർമിയുടെയും ബില്ല് ഉടനെ എത്തുമായിരിക്കും. നമുക്ക് ഒരു കനത്ത ബില്ല്. ശരിക്കും പറഞ്ഞാൽ ആർക്കു വേണം ഈ സഹായം? മലയാളികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ മറ്റൊരുത്തന്റെ മുൻപിലും പോയി കുഞ്ഞു നിന്ന് അഭ്യർത്ഥിക്കേണ്ട ആവശ്യം മലയാളികൾക്കുണ്ടാവില്ല. പക്ഷേ കേരളം ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ വയനാടിന്റെ പുനരധിവാസത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രം തന്നേ പറ്റുള്ളൂ. അത് അവകാശമാണ്. ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി സാറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്രം ഇടപെടേണ്ട സമയമൊന്നും ഈ പുള്ളിക്ക് അറിയാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. അവിടെ നടക്കുന്ന ഒരു തീരുമാനവും ഇദ്ദേഹത്തിനെ പോലുള്ള അരമുറി മന്ത്രിമാര് അറിയില്ല. ഇതുവഴി കേന്ദ്ര സഹമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് തേരെപ്പാരം നടക്കാം. പുള്ളി ദേഷ്യപ്പെട്ടതിനും കാര്യമൊക്കെ ഉണ്ട്. സ്വതന്ത്ര ചുമതല പോലുമില്ലാത്ത ഒരു സാധാ സഹമന്ത്രിയാണ് പുള്ളി. അതായത് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ സഹായി. അതിനപ്പുറം ഒന്നുമില്ല. സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കാൻ പുള്ളിക്ക് സാധിക്കുകയില്ല. കാരണം സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയല്ല ഇദ്ദേഹം. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എന്ന് പറഞ്ഞാൽ ആ വകുപ്പിന് ക്യാബിനറ്റ് മന്ത്രി കാണുകയില്ല. പ്രധാനമന്ത്രി നേരിട്ടായിരിക്കും ചുമതല. ആ വകുപ്പിൽ വരുന്ന മന്ത്രിമാരാണ് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി. ആയതിനാൽ തീരുമാനങ്ങളൊക്കെ ക്യാബിനറ്റ് റാങ്കുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് പറയേണ്ടത്. അവരത് പറഞ്ഞോളൂ. സുരേഷ് ഗോപി സാറിനെ എന്താണ് വയനാട്ടിലേക്കൊന്നും കാണാത്തത്? അദ്ദേഹത്തിന്റെ ദയാമനസ്കത അവിടേക്കൊന്നും വന്നില്ലല്ലോ. എല്ലാം ഒരു സേഫ് കളിയാണ്. അപകടസ്ഥാനത്ത് പണയം വെച്ച് പൊതുപ്രവർത്തനം ചെയ്യാനുള്ള വലിയ മനസ്സൊന്നും സാറിനുണ്ടായിരിക്കില്ല. വോട്ട് കിട്ടാൻ പാട്ടുപാടും, മാതാവിന് സ്വർണ്ണ കിരീടം വെക്കും. യഥാർത്ഥ പ്രശ്നങ്ങൾ വരുമ്പോൾ നാട്ടുകാർക്കൊപ്പം അദ്ദേഹത്തെ കാണില്ല. പിന്നെ അദ്ദേഹം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സംസാരിക്കാമല്ലോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും. നമ്മൾ മണ്ടന്മാരാണ്. കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടെങ്കിൽ കേരളത്തിനെല്ലാം വാരിക്കോരി കിട്ടുമെന്ന്
നമ്മൾ വിചാരിച്ചിട്ട് ഈ കേന്ദ്രമന്ത്രി പോലും ഒന്നും മിണ്ടുന്നില്ല എങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇത്രയും പറയാൻ കാരണം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ച രീതി ഒരു ജനപ്രതിനിധിക്ക് ഒരു തരത്തിലും ചേരുന്നതല്ല. കാരണം എത്ര പ്രകോപിപ്പിച്ചാലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നമ്മളോട് നല്ലതായിട്ട് തന്നെ സംസാരിക്കുകയും നല്ലതായിട്ട് തന്നെ പെരുമാറുകയും വേണം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ളവർ ഇങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ നിരന്തരം പ്രളയവും ഉരുൾപൊട്ടലും അടക്കം അപകടങ്ങളും ദുരന്തങ്ങളും സംഭവിച്ചിട്ടും കേന്ദ്ര സർക്കാർ അത്തരം സന്ദർഭങ്ങളിൽ മതിയായ സഹായം വയനാടിനോ കേരളത്തിനോ അനുവദിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ മൈക്കും പോക്കി പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും സുരേഷ് ഗോപി സാർ നിങ്ങൾ കാണിക്കണം. മരണപ്പെട്ടവർക്ക് 2 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 കേന്ദ്രം പ്രഖ്യാപിച്ചില്ലേ എന്ന് സുരേഷ് ഗോപി സാർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 50ഓളം കോടി കിട്ടിയ ശേഷമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം പോലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പം ഇതൊക്കെ ചോദിക്കാൻ നമുക്കുള്ളത് കേന്ദ്രമന്ത്രിമാരാണ്. അപ്പോൾ അവരോട് ചോദിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തകർ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കാണ്. നമ്മൾ തന്നെയാണ് മാധ്യമപ്രവർത്തകർ, നമ്മളുടെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അവരത് ചോദിച്ചു. അതിനുള്ള റെസ്പോൺസ് ഇങ്ങനെയല്ല തരേണ്ടത് സാർ. Don't try to play the fool with me, Nigesh.